പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ അവസ്ഥ ഇതാണ്. ഒട്ടും ബ്രേക്കില്ല. ഇന്നലെ വൈകുന്നേരം ഞാനൊന്ന് ജസ്റ്റ് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഇവിടുന്ന് ബ്രേക്ക് ഫ്ലൂയിഡ് താഴോട്ട് പമ്പാകുന്നില്ല. ഇതിൻ്റെ ഉള്ളിലെ പ്രശ്നമാണോ അതോ ഇനി പമ്പിൻ്റെ പ്രശ്നമാണോ, ഇതിൻ്റെ ഉള്ളിലൊരു സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിസ്റ്റണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പ്രോപ്പറായിട്ട് വർക്കാകത്താണോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കണം. ഞാൻ ഇന്നലെ വൈകുന്നേരം പിന്നെ അത് കുറച്ച് ഇരുട്ടായത് കാരണം ഇന്നലെ പണി നടന്നില്ല. ഇന്നലെ വൈകുന്നേരം ഓയിലൊന്ന് മുകളിൽ നിന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചതൊന്ന് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് മുകളിൽ നിന്ന് ഫില്ല് ചെയ്ത് കൊടുത്താലും ഈ പൈപ്പ് വഴി താഴോട്ട് വരുന്നില്ല, മുകളിൽ നിന്ന് പമ്പാകാത്ത കാരണം. അപ്പോൾ ഇന്നലെ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ രാവിലെ നോക്കുമ്പം കുറച്ച് ലീക്കായി, ചെറിയ തോതിൽ മുകളിൽ നിന്ന് ഫ്ലൂയിഡ് മൊത്തം താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇത് മൊത്തമായിട്ട് അഴിക്കണം, മൊത്തമായിട്ട് ഫ്ലൂയിഡും ചേഞ്ച് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇത് അഴിക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഉള്ളിലെ പിസ്റ്റൺ അവിടെ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇന്നലെ ഞാനിത് അഴിച്ചായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഓയിൽ താഴോട്ട് പമ്പാകുന്നില്ല, നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. താഴെയും ഓപ്പൺ ചെയ്ത് വിടുകയാണെങ്കിൽ താഴെ കൂടെ വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഞാൻ ഫില്ല് ചെയ്തു. അപ്പോൾ ഇത് മൊത്തം നമുക്ക് എടുത്ത് കളയണം. ഇത് നമ്മൾക്കൊരു തുണി ഉപയോഗിച്ച് മൊത്തം എടുക്കാം. ഇത് അതുണ്ടോ വളരെ ഫ്രീ ആയിട്ടിരിക്കുക. ഫ്ലൂയിഡ് മൊത്തമായിട്ട് തുണി വെച്ച് എടുത്തിട്ടുണ്ട്. ഫ്ലൂയിഡ് പിന്നെ കണ്ണിലും സ്കിന്നിലൊന്നും അധികം പറ്റാതെ നോക്കണം. സ്കിന്നിലൊക്കെ ആവുകയാണെങ്കിൽ ചിലവർക്ക് അലർജി ആവും, കണ്ണിൽ പോവുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ആവും. അപ്പോഴൊക്കെ സൂക്ഷിച്ച് കഴിക്കുക. അതേപോലെയുള്ള മറ്റുള്ള ഭാഗങ്ങളിൽ, വണ്ടിയുടെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് പറ്റാതെ നോക്കുക. അത് കുറേ അധികം സമയം അവിടെ ഇരിക്കുകയാണെങ്കിൽ പെയിൻറ്റ് ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ അഴിച്ച സാധനങ്ങളൊക്കെ ഞാൻ വെള്ളത്തിലോട്ടാണ് ഇടുന്നത്. ഒരു കപ്പിൽ വെള്ളം എടുത്തതിന് ശേഷം അതിനകത്തിടുക. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള മെക്കാനിസം. ഇത് ഗ്രീസ് ഫില്ല് ചെയ്ത് വെച്ചേക്കാണ്. ഇതിൻ്റെ അകത്ത് ഇത്തരത്തിലൊരു ലോക്കുണ്ട്. അത് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ രീതിയിലുള്ള നോസ് പ്ലെയറൊക്കെ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് ഊരാൻ വേറെ പ്ലെയറുണ്ട് ഈ ലോക്ക് എടുക്കാൻ വേണ്ടി. അതുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കുക. ഇത് ഡാമേജ് ആവുകയോ ബെൻഡ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ചിടാൻ പറ്റത്തില്ല. നമ്മൾ പുതിയ ഈ ക്ലിപ്പ് ലോക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ ഭാഗം കൂടി ഊരിയിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തുനിന്ന് പിസ്റ്റൺ ഊരിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് തള്ളി കൊടുക്കണം ഈ ഭാഗത്തുനിന്ന്. ഇതാണ് ഇതിൻ്റെ പിസ്റ്റണും അതിൽ വരുന്ന 2 റബ്ബർ വാഷറും. ഇത് ഡാമേജ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കണം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ തിരിച്ചിടാൻ നേരത്ത് പണി കിട്ടും. വീഡിയോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഫോട്ടോസുകളൊക്കെ എടുത്ത് വെക്കുക. അതിൻ്റെ എൻഡിൽ കുറച്ച് അഴുക്കും കൂടിയുണ്ട്. നമുക്ക് തുണി ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. അതിൻ്റെ എൻഡിൽ കണ്ടോ കുറച്ച് കരി പിടിച്ചിരിപ്പുണ്ട് അവിടെ. ഇതാണ് സിലിണ്ടറിൻ്റെ ഉള്ളിലെ പിസ്റ്റൺ. ഇതാണ് നമ്മൾ ഈ സ്പ്രിംഗ് ലോഡിൽ ഇങ്ങനെ നിൽക്കും. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകുന്നത്. പ്രസ് ചെയ്യുമ്പം അകത്തോട്ടും പുറത്തോട്ടും. ഇതിൽ 2 ഈ റബ്ബർ റിങ്ങുകളുണ്ട്, 2 എണ്ണം. ഇതാണ് 2 എണ്ണം നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഫ്ലൂയിഡ് പുഷ് ചെയ്യാനും അതേപോലെ തന്നെ ഇത് ലീക്ക് ആകാതിരിക്കാനും, പുറത്തോട്ട് ലീക്ക് ആകാതിരിക്കാൻ വേണ്ടിയുള്ള 2 എണ്ണമാണ്. ഇത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് ചെറിയൊരു പൊട്ടലുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ലിവറിൻ്റെ ഇവിടെ വേറൊരു ചെറിയ പീസുണ്ട്. ഇതാണ് പിന്നെ ഈ പിന്നെ ഇങ്ങനെ പോയിട്ട് ഇവിടെ പ്ലേസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് ലിവറിൻ്റെ ഈ സൈഡിലോട്ട് വന്ന് ജോയിൻ്റായി നിൽക്കും. നമ്മൾ അമർത്തുമ്പം ഇത് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും. നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പമ്പ് ഇത് പുറകോട്ട് റിലീസ് ആകുന്നില്ലായിരുന്നു, ഇത് അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾക്കിനി കുറച്ച് ഈ ഭാഗത്ത് കുറച്ച് ഗ്രീസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തോട്ട് അപ്ലൈ ചെയ്യരുത്, ഈ സ്പ്രിങ് കിടക്കുന്ന ഭാഗത്തോട്ട്. അങ്ങോട്ടൊക്കെ നമ്മുടെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡായിരിക്കും. ഇത് നോക്കുക, ഈ 2 റിങ്ങിൻ്റെ ഇടയ്ക്ക്. ഇനി നമ്മൾക്ക് ലെവലായിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ മെല്ലെ ഇൻസേർട്ട് ചെയ്യണം. മെല്ലെ ഒന്ന് ഷേക്ക് ആക്കിയിട്ട് മെല്ലെ ഇട്ട് കൊടുക്കുക.
അല്ലെങ്കിൽ അതിൽ കിടക്കുന്ന ആ റബ്ബർ റിങ് സൈഡിലോട്ട് പിടിക്കും. സൈഡിലോട്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അത് ഡാമേജ് ആകും. പിന്നെ ഇതിൻ്റെ റബ്ബർ റിങ് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടത്തില്ല. നല്ല കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ചിലപ്പോൾ പഴയത് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മിക്കവാറും എല്ലാവരും ഈ MC കിറ്റൊന്നും പണിയാൻ നിൽക്കാത്തത്. ഇപ്പോൾ കണ്ടോ റിലീസായി പുറത്തോട്ട് വരുന്നുണ്ട്. ഇതെന്താ ഇത് ഇടാൻ പറ്റാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ റബ്ബർ റിങ് വലിപ്പം വെച്ചിട്ടുണ്ടാവും. നമ്മൾ പുതിയത് ഇടുന്ന പോലെയല്ല, വലിപ്പം ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ അടിച്ചടിച്ച് അതിന് വലിപ്പം വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പം അത് പിന്നീട് ഇടുമ്പോൾ നമുക്ക് ഈ ഹോൾഡ് ഇടാൻ പറ്റാതെ വരും. ഇടാൻ പറ്റും, കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടോ ഇപ്പം നമ്മൾ ആ 2 റിങ്ങുകളുടെ ഇടയിൽ ലൂബ്രിക്കേഷൻ വേണം. അതില്ലാത്തത് കൊണ്ടാണ് ആ റബ്ബർ റിങ് കണ്ടല്ലോ 2 എണ്ണം, അതിൻ്റെ ഇടയ്ക്ക് ലൂബ്രിക്കേഷൻ ഇല്ലാതായിപ്പോയതാണ് ഇത് ഫ്രീ ആയിട്ട് മൂവ് ആകാതിരിക്കാനുള്ള കാരണം. ഇപ്പോൾ കണ്ടോ നല്ല ഫ്രീ ആയിട്ട്. ഇത് മുമ്പേ അങ്ങോട്ട് പോയി അവിടെ ജാമായിരിക്കുകയായിരുന്നു, പിന്നെ അതൊരിക്കലും ഇങ്ങോട്ട് വരുന്നില്ല. അത് കാരണമാണ് പമ്പ് ആകുന്നില്ല സംഭവം. അപ്പോഴെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കാം. ഇത് വളരെ നിങ്ങൾ എപ്പോഴും അഴിച്ച് നോക്കേണ്ട ഒരു സംഭവമാണ്. ഇതിൻ്റെ അകത്ത് ഗ്രീസ് ഫില്ല് ചെയ്തിട്ടാണ് എപ്പോഴും വയ്ക്കേണ്ടത്. ഈ ഒരു സാധനം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നമാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വിച്ചുണ്ട്, ബ്രേക്ക് ലൈറ്റിൻ്റെയാണ്. അത് ബ്രേക്ക് ലൈറ്റ് എപ്പോഴും ഓണായി കിടക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പ്രിങ് ഡാമേജ് ആകുമ്പം ടെൻഷൻ ഇല്ലാതെ ഇതെപ്പോഴും നമ്മുടെ ലിവർ ലൂസായിട്ടിരിക്കും. അപ്പം ഈ സ്വിച്ച് ഓണാകാതെ വരും. ഇതെപ്പോഴും തള്ളി പിടിക്കാൻ വേണ്ടിയാണ് ഈ സ്പ്രിങ് ഉള്ളത്. ഇത് തന്നെയായിട്ട് വാങ്ങിക്കാൻ കിട്ടത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പഴയ സ്പ്രിങ്ങൊക്കെ കട്ട് ചെയ്ത് തരണം. ഇതെല്ലാം കിറ്റ് ഒരുമിച്ചേ വരത്തുള്ളൂ. അങ്ങനെ ഒരുപാട് പൈസ നഷ്ടം ചിലപ്പോൾ വരും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇടാൻ വേണ്ടി, നല്ല ബലത്തിൽ പിടിച്ചാലേ ഇത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ പഴയതുപോലെയല്ല, നമുക്ക് ഈ ലിവറിലൊരു ബലമൊക്കെ വന്നിട്ടുണ്ട്. മുമ്പേ നമ്മൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് സിലിണ്ടർ മുമ്പോട്ടും പുറകോട്ടും ആകുന്നുണ്ട്. നമ്മൾ ഫ്ലൂയിഡ് ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല. എല്ലാ ഭാഗങ്ങളും നല്ല പച്ചവെള്ളത്തിലാണ് കഴുകേണ്ടത്. പണി കഴിഞ്ഞ് ഒരു കാരണവശാലും വണ്ടി ഇങ്ങനെ വയ്ക്കരുത്. എവിടെയൊക്കെ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് പറ്റിയിട്ടുണ്ടോ അതൊക്കെ കഴുകി നല്ല ക്ലീൻ ആക്കണം. നിങ്ങൾക്ക് .3 ഒഴിക്കാം, .4 ഒഴിക്കാം. ഇതിൻ്റെ മുകളിലുള്ള ആ ക്യാപ്പിൽ എഴുതിയിട്ടുണ്ടാവും ഏതാ ഒഴിക്കേണ്ടതെന്ന്. ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. 250 ml ആണ്, 100 രൂപയേ ആകത്തുള്ളൂ. .3 ആണിത്. .3 റെഡ് കളറായിരിക്കും, .4 വൈറ്റ് ട്രാൻസ്പെറൻറ്റ് കളറായിരിക്കും. ഇതിപ്പം 4 വീലറിന് ഞാൻ എല്ലാത്തിനും കൂടി ഒഴിക്കാൻ വേണ്ടി. നിങ്ങൾ 4 വീലർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ ലെവൽ എപ്പോഴും ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ കൂടിപ്പോയി 2 വർഷമെങ്കിലും കൂടുമ്പം മൊത്തമായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് പുതിയത് ഒഴിക്കണം. ഇതിപ്പോൾ നമുക്ക് ചെറിയ പരിപാടിയേ ഉള്ളൂ. ഇതിപ്പം ഇനി കുറേ താമസമുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒഴിച്ചു കൊടുക്കുക, താഴേന്ന് തുറക്കുക, ഇവിടുന്ന് ഒഴിച്ചു കൊടുക്കുക, താഴേന്ന് ചെറിയ രീതിയിൽ റിലീസ് ചെയ്യുക. അങ്ങനെ കുറച്ച് സമയമെടുക്കും എയറൊക്കെ മൊത്തമായിട്ട് റിലീസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കടയിൽ കൊണ്ട് ഇങ്ങനെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 1000 രൂപ പോയി കിട്ടും. അപ്പോൾ ഞാൻ താഴെ ഒന്ന് തുറക്കുവാണ്. നമ്മളിവിടെ മുകളിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഇതിലെ എയർ റിലീസ് ആകുന്നത് നിങ്ങൾക്ക് കേൾക്കാം. മുകളിൽ ലിവർ മൊത്തമായിട്ട് പിടിക്കുക, ലൂസ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക, വീണ്ടും പമ്പ് ചെയ്യുക. മുകളിൽ കുറച്ച് ഒരു പ്രഷർ വരുമ്പോൾ പിന്നെയും റിലീസ് ചെയ്യുക. ഇപ്പോൾ ഒരുവിധം നല്ല പ്രഷറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ താഴെ ഒരു പൈപ്പ്, ഇത് വാട്ടർ ലെവലിൽ പിടിക്കുന്ന പൈപ്പാണ്, പൈപ്പ് ഒരെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്. പൈപ്പിൽ നമ്മൾ ഈ രീതിയിൽ കുറച്ച് വെളിയിലോട്ട് എടുക്കണം. ഇത്
പഴയ ഇതിൻ്റെ ഉള്ളിലൊക്കെ തങ്ങിയിരുന്ന സംഭവങ്ങളാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നിറയ്ക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വന്ന് തങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് നിറയ്ക്കുകയാണെങ്കിൽ ഈ സാധനമൊക്കെ കയറി വന്ന് നമ്മുടെ ഈ പിസ്റ്റൻ്റെ ചേമ്പറിൻ്റെ ഉള്ളിലോട്ട് വരും. അത് പിന്നീട് മൊത്തത്തിൽ പിന്നെയും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും മുകളിൽ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് മുകളിൽ നല്ല രീതിയിൽ പ്രഷർ ചെയ്ത് പിടിച്ച ശേഷം ഇവിടെ മെല്ലെ റിലീസ് ചെയ്ത് വിടുക. ഇങ്ങനെ നല്ല പിടിച്ച ശേഷം താഴെ നിന്ന് കുറച്ച് റിലീസ് ചെയ്യുമ്പം അവിടുന്ന് കുറച്ചായിട്ട് എയറെല്ലാം റിലീസായി പോകുന്നതായിരിക്കും. അപ്പോഴിനി കുറച്ചും കൂടി ഉള്ളൂ, നല്ല പ്രഷറായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ നല്ല ബ്രേക്ക് കിട്ടും. നല്ല ബ്രേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഫുള്ളായിട്ട് പ്രഷർ ചെയ്ത് പിടിച്ച് താഴെ ഓപ്പൺ ചെയ്യണം. താഴെ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓരോ പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം അതിലൂടെ നിങ്ങൾ നോക്കുക, ഓരോ ചെറിയ ചെറിയ എയർ ബബിൾ കയറി വരും. അത് പൂർണ്ണമായിട്ടും ഇല്ലാതെ നല്ല രീതിയിൽ ഫ്ലൂയിഡ് മാത്രം കയറി വരുന്ന അവസ്ഥയിൽ നിർത്തുക. എയർ ഉണ്ടെങ്കിൽ പിന്നെയും 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും ബ്രേക്ക് കുറവ് വരും. അപ്പോൾ ഇതുണ്ടോ, നല്ല ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 100 ml ചെറിയ ബോട്ടിൽ, ഇത് 250 ml ആണ്. 100 ml ചെറിയ ബോട്ടിലുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഇത് മൊത്തമായിട്ട് ഡ്രെയിൻ ചെയ്ത് ഫില്ല് ചെയ്യാനുള്ള ഫ്ലൂയിഡ് അത് മതി. അപ്പോൾ അതിന് ഏകദേശം 50 രൂപ 40 രൂപയ്ക്ക് ആകത്തുള്ളൂ, 60 രൂപയ്ക്ക് ആകത്തുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഇതിൻ്റെ ലെവൽ നോക്കിയതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ മാക്സിമം ലെവലിലോട്ട് വെച്ചിട്ടുണ്ട്. ലെവൽ നോക്കി കൃത്യമായിട്ട് ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് ആകെപ്പാടെ ചിലവായത് 50 രൂപ മാത്രമാണ്, ഫ്ലൂയിഡിൻ്റെ പൈസ മാത്രം. ഇത് കടയിൽ കൊണ്ട് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സിലിണ്ടർ കിറ്റും മൊത്തമായിട്ട് മാറ്റും, 1000 രൂപ പോയി കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഗ്യാപ്പ് അടയ്ക്കണം. അതേപോലെ തന്നെ വണ്ടി മൊത്തമായിട്ട് നല്ല രീതിയിൽ കഴുകണം. ഇന്നലത്തെ കുറച്ച് ഫ്ലൂയിഡെല്ലാം ഇവിടെയെല്ലാം വീണിട്ടുണ്ട്. ഇവിടെയെല്ലാം നല്ല രീതിയിൽ നല്ല സോപ്പ് വെള്ളം ഉപയോഗിച്ച് തന്നെ കഴുകിയിട്ട് എല്ലാം വേണ്ടി സെറ്റാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.